കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അയ്യപ്പൻ്റെ സ്നേഹിതനായി അറിയപ്പെടുന്ന വാവര് എന്ന് പറയുന്ന സങ്കല്പം. എന്താണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥം? പന്തളം നാടുവാഴി വാവറുടെ കുടുംബത്തിന് കൊടുത്ത ചെപ്പേറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആയുർവേദ ഗുരുഭൂതനായ വാവർ സ്വാമി തന്നെ, ആയുർവേദ ഗുരുഭൂതനായ വാവർ സ്വാമി തന്നെ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സാഹോദര്യത്തിൻ്റെ ഒരു കഥയാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള കഥ. മതത്തിനും ജാതിക്കും അതീതമായ ഒരു സങ്കല്പം അയ്യപ്പനും വാവരും തമ്മിലുള്ള കഥ. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, ഒരു പുതിയ കഥയുമായി ഹിന്ദുത്വവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വാവരല്ല യഥാർത്ഥത്തിലുള്ളതെന്ന്, വാപുരൻ എന്ന് പറയുന്നൊരു ഭൂതമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പനെ സഹായിച്ചത് എന്ന് പറഞ്ഞ പുതിയ കെട്ടുകഥയുമായി ശാന്താനന്ദ സ്വാമിമാർ, പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, പേരിൽ ശാന്ത, പ്രവൃത്തിയിൽ അശാന്തതയാണ്. നമ്മൾ നോക്കി ഇവരെത്രമാത്രം വിദ്വേഷം പറഞ്ഞാലും ഒരു പോലീസ് കേസും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങളെ ഒരു മതം കൊണ്ട് പേര് കൊണ്ടൊരു മുസ്ലിം ആണെങ്കിൽ വിദ്വേഷ പ്രഭാഷണം നടത്തിയാൽ എപ്പോൾ ജയിലിൽ പിടിച്ചിട്ടെന്ന് ചോദിച്ചാൽ അതാണ് ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ കേരളം. ശാന്താനന്ദ സ്വാമിക്ക് എന്ത് വിദ്വേഷ പ്രചാരണം നടത്താം? അദ്ദേഹത്തിന് സ്വതന്ത്ര വിഹാരത്തിന് അനുവദിച്ചിരിക്കുക, മറ്റാർക്കും ആ സ്വാതന്ത്ര്യമില്ല കേട്ടോ. ആ സ്വാതന്ത്ര്യം ഇല്ലാത്തതിൻ്റെ ഒരു ചരിത്ര സന്ദർഭമാണ് യോഗി ആദിത്യനാഥ്, ഏറ്റവും വലിയ വംശീയ വിദ്വേഷകൻ, ബുൾഡോസർ രാജൻ്റെ പ്രയോക്താവും വക്താവും. അങ്ങനെയുള്ളൊരു ബുൾഡോസർ രാജിൻ്റെ സംസ്ഥാപകൻ്റെ കത്ത് അന്തസ്സോടുകൂടി കേരളത്തിൽ വായിക്കുക. ആത്മാഭിമാന പ്രചോദിത തരംഗിത പുളകിത ഗാത്രനായിട്ടാണ് എന്തു വായിക്കുന്നത്? ഈ വംശഹത്യയുടെ പ്രയോക്താവിൻ്റെ കത്ത് വായിക്കുന്നത്. തത്വമസി, യോഗിയും അയ്യപ്പനും ഒന്നാകുന്നു എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് നീയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് യോഗിയാകുന്നു എന്നായിരിക്കും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവുക. ഈ രീതിയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നവോത്ഥാനം? കേരള നവോത്ഥാനത്തിൻ്റെ മഹാനായ ആചാര്യൻ നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും. കൊല്ലുന്നവന്, ഹിംസയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് ശരണ്യതയില്ല എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ചതയത്തിൻ്റെ അന്ന് സോഷ്യൽ മീഡിയയിൽ നാരായണ ഗുരുവിൻ്റെ ചിത്രം വെച്ച് വിപ്ലവാചാര്യന് പ്രണാമം, അയ്യപ്പ സംഗമത്തിന് യോഗിയുടെ കത്ത് വായിക്കൽ. അംബേദ്കറിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ ഇത് കഴിയൂ, അല്ലെങ്കിൽ നല്ല ഒരു കാപട്യക്കാരന് മാത്രമേ ഇത് കഴിയൂ എന്നുള്ളതാണ്. ഒരു കാപട്യക്കാരന് മാത്രം കഴിയുന്ന പ്രവൃത്തിയാണ് അത്. നാരായണ ഗുരുസ്വാമികളോട് ചെയ്യുന്ന ആത്മവഞ്ചന കൂടിയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളതാണ് യാതൊരു. രണ്ടും കൂടെ ഒരുമിച്ച് പോവില്ല. അപ്പോൾ വാപുരൻ എന്ന് പറയുന്ന സങ്കല്പം വളരെ അടുത്ത കാലത്ത് ഹിന്ദുത്വവാദികൾ നിർമ്മിച്ചെടുത്ത്. അവർ പറയുന്നു ഭൂതനാഥ സർവസ്വത്തിൽ അങ്ങനെ പറയുന്നു എന്നാ. എപ്പോഴാണ് ഈ ഭൂതനാഥ സർവസ്വം ഉണ്ടായത്? ഭൂതനാഥ സർവസ്വം ഉണ്ടായത് ശബരിമല കലാപകാലത്ത് സ്ത്രീകളെ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത പുസ്തകത്തിൻ്റെ പേരാണ് ഭൂതനാഥ സർവസ്വം. ഭൂതനാഥ സർവസ്വം മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ഞാൻ മാർക്കണ്ഡേയ പുരാണം മുഴുവൻ പരിശോധിച്ചു. ഭൂതനാഥ സർവസ്വം പോയിട്ട് ഭൂ എന്ന വാക്ക് പോലും കാണാനില്ല. സംസ്കൃതത്തിലുള്ള ഭൂ ഒക്കെ കാണും, ഭൂതനാഥ സർവസ്വം കാണണമല്ലോ, അതില്ല. എത്ര കാലം ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കും? ഭൂതനാഥ സർവസ്വം മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്, ദേവി പുരാണത്തിലുണ്ട്, ഭാഗവത പുരാണത്തിലുണ്ട് എന്ന് പറയുക. നമ്മൾ ആ പുരാണം പോയി പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥ. സംഗതി വളരെ ലളിതമാണ്. ശബരിമലയിൽ നിന്നും വാവരെന്ന് പറയുന്ന മുസ്ലിം ഐഡൻറ്റിറ്റിയെ ഉന്മൂലനം ചെയ്യണം. മറ്റൊരു ബുൾഡോസർ രാജ് എങ്ങനെയെങ്കിലും വാവരെ അവിടെ നിന്ന് പടികടച്ച് പിണ്ടം വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വാപുരൻ എന്ന് പറയുന്ന പുതിയ കഥയുമായി ഹിന്ദുത്വവാദികൾ രംഗത്ത്. ഒരു വാപുരനും ഇല്ല. ഏത് വാപുരൻ, ഏത് ഭൂതം? പുതിയ ഭൂതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഹിന്ദുത്വത്തിൻ്റെ ഒരു പുതിയ രീതി ഇങ്ങനെയാണ്, പുതിയ ഭൂതങ്ങളെ നിർമ്മിച്ചെടുക്കുക. എന്തിന്?
സാഹോദര്യത്തെ തകർക്കുന്നതിന് വേണ്ടി, സഹജമായ സാഹോദര്യ ഭാവത്തെ തകർക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ കഥകൾ നിർമ്മിച്ചെടുക്കുക. അങ്ങനൊരു വാപൂരനൊന്നുമില്ല. തീർച്ചയായും പന്തളം നാടുവാഴി ആയുർവേദ ഗുരുഭൂതനായ വാവർ സ്വാമി തന്നെ എന്ന് ഏറ്റവും ബഹുമാനത്തോടുകൂടി വാവരുടെ കുടുംബത്തിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ ആ ബന്ധം വളരെ അമൂല്യവും പവിത്രവുമാണ് എന്നുള്ളതാണ് ആ ചരിത്ര രേഖകളിൽ നിന്ന് തന്നെ തെളിയുന്നത്. അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുത്വവാദികൾ കാണുന്നത് എന്നുള്ളതാണ്.